അപ്പൊ ഞാൻ ജസ്റ്റ് പ്രൂസിന്റെ ഒക്കെ ലോഗിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോറിങ്ങിന് ഇറങ്ങിയതാണ്. പക്ഷേ അറിയാതെ ഒരു ഷിപ്രക്ക് കണ്ടപ്പോ ആക്രാന്തം മൂലം അതില് കേറി അവിടെ കുരുങ്ങി നിന്ന് ശ്വാസം കിട്ടാണ്ട് ചത്തുപോയി. അങ്ങനെ ഞാനിപ്പോ ദേ എന്റെ വേൾഡ് സ്പോണിലാണ്. ഇപ്പൊ ഞാനിങ്ങനെ കോർഡിനേറ്റ്സ് ഒക്കെ നോക്കിയിട്ട് വീട് ഇങ്ങനെ തപ്പി തപ്പി പോവാണ്. അങ്ങനെ ഫൈനലി നമ്മൾ ആ വില്ലേജിലേക്ക് നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി പോയിട്ട് അയൺ ആർമർ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഒന്നും കൂടി ആ പ്രൂസിന്റെ ലോഗ് എടുക്കാൻ വേണ്ടി നമുക്ക് പോണം. നമ്മളെ കയ്യിൽ മുമ്പ് ഉണ്ടായിരുന്ന എല്ലാ ഐറ്റംസ് ഇപ്പോൾ ഫുള്ളും ഡീസ്പോൺ ആയി പോയിട്ടുണ്ടാവും. അങ്ങനെയല്ലേ? 5 മിനിറ്റ് 6 മിനിറ്റിന്റെ ഉള്ളിലെല്ലാം ഡീസ്പോൺ ആവുമല്ലോ. ഇപ്പൊ ഇത് 10-20 മിനിറ്റ് ആയി നമ്മൾ ഈ നമ്മളെ ബേസ് തപ്പി നടക്കണേ. അപ്പൊ എന്താ സംഭവിച്ചത് ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളൊരു സൂപ്പർ സ്മെൽറ്റർ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചധികം ഈ ഒരു പ്രൂസിന്റെ ലോഗൊക്കെ ആവശ്യമുണ്ട്. അപ്പൊ അതാണെങ്കിൽ ഞാൻ ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാൻ പോവാത്തതുകൊണ്ട് നമ്മളെ അടുത്ത് സാപ്ലിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ അത് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോറിങ്ങിന് ഇറങ്ങിയതാണ്. കുറച്ച് ദൂരം പോയപ്പോൾ തന്നെ നമുക്ക് സാപ്ലിംഗ് ഒക്കെ കിട്ടി. പക്ഷെ അതെനിക്ക് തിരിച്ച് വീട്ടിലെത്തിക്കാൻ പറ്റിയില്ല. ഞാൻ പോയി നോക്കിയപ്പോൾ ഒരു ഷിപ്രക്ക് കണ്ടു. അപ്പോൾ ആക്രാന്തം മൂലം ഷിപ്രക്കിൽ കയറിയപ്പോൾ അവിടെ കുരുങ്ങി നിന്ന് ചത്തുപോയി. നമ്മളെ ഐറ്റംസ് ഒക്കെ പോയി. കുറേ ഐറ്റംസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, എല്ലാം പോയി. അങ്ങനെ ഗൈസ് കുറേ നേരം കഷ്ടപ്പെട്ടിട്ട് കുറച്ച് സാപ്ലിംഗ് ഒക്കെ ഞാൻ ഒപ്പിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇത് നട്ടു കൊടുത്തപ്പോൾ തന്നെ പെട്ടെന്ന് വളർന്നു. അങ്ങനെ വളർന്നിട്ട് നമുക്ക് കുറച്ചധികം ലോഗൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിതിപ്പോൾ നട്ടിട്ടുള്ളത് നമ്മൾ ഈ ഒരു വില്ലേജിൻ്റെ ഐലൻഡിലാണ്. കാരണം ഇത് നട്ട് കഴിഞ്ഞെങ്കിൽ അവിടെയൊക്കെ ഇതുപോലത്തെ ബ്ലോക്ക് ആവും. ഇത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാനിത് ഈ ഒരു ഐലൻഡിൽ നട്ട് വെച്ചത്. എന്തായാലും ഇതിൻ്റെ വുഡ് നമുക്ക് നല്ലോണം ആവശ്യമുണ്ട്. സോ എന്തായാലും ഞാൻ കുറച്ച് നേരം ഇതന്നെ ഒന്ന് ഗ്രൈൻഡ് ചെയ്യട്ടെ. എന്തായാലും കുറേ അധികം വുഡ് നമുക്ക് വേണം ഈ ഒരു ബിൽഡിന്. അങ്ങനെ ഗൈസ് കുറേ നേരം ഇവിടെ ഇരുന്ന് മൈൻ ചെയ്ത് നമ്മൾ ആക്സ് ഒക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ഇത്രത്തോളം ലോഗ് നമുക്ക് ഗ്രൈൻഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇത്രത്തോളം മതി. ഇതന്നെ ധാരാളമാണ്. ഇനി നമുക്ക് പ്രൂസിൻ്റെ ലോഗിൻ്റെ ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഈ ഒരു ബിൽഡിന്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി കുറച്ച് റിസോഴ്സും കൂടി ഗ്യാദർ ചെയ്യാനുണ്ട്. അതായത് കുറച്ച് അയൺ വേണം. ഓൾറെഡി നമുക്ക് ഫാർം ഉള്ളതുകൊണ്ട് അത് സീനില്ല. കുറേ അധികം ഹോപ്പർ ഉണ്ടാക്കണം. അതുപോലെ തന്നെ റെഡ് സ്റ്റോൺ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. റെയിൽ ആവശ്യമുണ്ട്. ഐ തിങ്ക് ചിലപ്പോൾ മറ്റേ പവേർഡ് റെയിൽ ഉണ്ടാക്കേണ്ടി വരും. ഇത്രയും സമയം വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അല്ലേ? നിങ്ങളൊക്കെ ഉറുമ്പ് അടിക്കണം. നിങ്ങളെ നിക്കറിൻ്റെ അകത്ത് ഉറുമ്പിനെ പറക്കിയിടണം. സബ്സ്ക്രൈബ് ചെയ്യ് പെട്ടെന്ന്. 5K ആവണ്ടേ? ഇനി 5K ആവാൻ വേണ്ടി വെറും 10-20 സബ്ബൊക്കെ മതി. പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യ്. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോന്റെ ലൈക്ക് ടാർഗറ്റ് എന്ന് വെച്ചാൽ 20 ലൈക്കാണ്. സോ 20 ലൈക്ക് എല്ലാവരും അടിച്ച് പൊട്ടിക്കുക. അപ്പം എന്തായാലും നമുക്ക് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഗ്യാദർ ചെയ്തിട്ട് വരാം. അപ്പം നമ്മളാണെങ്കിൽ ജസ്റ്റ് റെഡ് സ്റ്റോണിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പം അത് മൈൻ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പം കഴിഞ്ഞ എപ്പിസോഡിൽ നമുക്കിവിടെ ഡയമണ്ട് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അതും കൂടി നമുക്ക് എന്തായാലും മൈൻ ചെയ്ത് പോവാം. ഓക്കെ, 2 ഡയമണ്ട് ഉണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്ക് റെഡ് സ്റ്റോൺ കണ്ടുപിടിക്കണം. റെഡ് സ്റ്റോൺ അത്യാവശ്യമാണ് നമുക്ക്. നമ്മളിത് അവിടുന്ന് ഇങ്ങനെ മൈൻ ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ വീണ്ടും നമുക്ക് ഡയമണ്ട് കിട്ടി. അപ്പം ഇതെത്ര ഡയമണ്ട് ഉണ്ടാവും? ഓക്കെ, ഇതും 2 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 4 ഡയമണ്ട്സ് നമുക്കിപ്പോൾ വെറുതെ കിട്ടിയിരിക്കുന്നു. എന്തായാലും ഇനിയും നമുക്ക് മൈനിങ് ചെയ്യണം. നമുക്ക് റെഡ് സ്റ്റോൺ ആണ് നമ്മളെ ഒരു ഗോൾ, അത് കണ്ടുപിടിക്കണം. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള റെഡ് സ്റ്റോൺ ഫൈനലി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചില്ല റെഡ് സ്റ്റോൺ കിട്ടുമെന്ന്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു തപ്പി ഒരു കേവിൻ്റെ ഉള്ളിൽ വന്നിട്ടാകുമ്പോൾ നമുക്ക് റെഡ് സ്റ്റോൺ കിട്ടി. ഓക്കെ, വീണ്ടും ഡയമണ്ട്. ഇതെന്താണിത്? തിരിയുന്നിടത്ത് ഫുള്ളും ഡയമണ്ട് ആണല്ലോ ദൈവമേ. ഓക്കെ, ഇവിടെ ഒന്നേ ഉള്ളൂ. ഞാൻ വിചാരിച്ചത് 2-3 ഒക്കെ ഉണ്ടാവുന്നത്. എന്തായാലും ഈ ഒരു റെഡ് സ്റ്റോൺ കൂടി നമുക്ക് എടുക്കാം. അങ്ങനെ ഫൈനലി നമ്മൾ ഈ ഒരു സൂപ്പർ സ്മെൽറ്ററിന് വേണ്ട ഫുൾ റിസോഴ്സും നമ്മൾ ഗ്യാദർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സൂപ്പർ സ്മെൽറ്റർ മാത്രം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതിയുടെ പകുതി റിസോഴ്സ് മതി. പക്ഷെ നമ്മളൊരു ബിൽഡായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും ലോഗും കാര്യങ്ങളൊക്കെ വേണ്ടത്. അതുപോലെ ഇതിൽ ഡാർക്ക് ഓക്ക് യൂസ് ചെയ്യാനുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അത് യൂസ് ചെയ്തില്ല. നമുക്ക് അത് കിട്ടിയില്ല. അതുകൊണ്ട് അത് മാത്രം ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ബാക്കി എല്ലാ സംഭവവും ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി നേരെ ബിൽഡ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ അത് ഞാൻ ബിൽഡ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഈ ഒരു സ്ഥലത്തായിട്ടാണ്. അപ്പോൾ ഇവിടുത്തെ മൊത്തത്തിലുള്ള ഡേർട്ട് നമുക്ക് ഇവിടുന്ന് റിമൂവ് ചെയ്തെടുക്കണം. അങ്ങനെ ഒരു വിധത്തിൽ ഇത്രയും ഏരിയ ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു ട്രേഡിംഗ് ഹാളിൻ്റെ സൈഡിലായിട്ട്. ഇനി ഇവിടുന്ന് കുറച്ചും കൂടി ക്ലിയർ ആക്കി എടുത്തു കഴിഞ്ഞെങ്കിൽ നമുക്ക് ഇവിടെ നമ്മളെ ആ ഒരു സൂപ്പർ സ്മെൽറ്ററിൻ്റെ ആ ഒരു ബിൽഡിങ് നമുക്കിവിടെ പണിയാൻ വേണ്ടി പറ്റും. അപ്പം നമ്മൾ ആ ഒരു സൂപ്പർ സ്മെൽറ്ററിൻ്റെ ബിൽഡിങ്ങിന് ലാസ്റ്റ് കുറച്ച് ഐറ്റംസും കൂടി വേണമായിരുന്നു. അപ്പോൾ അതും കൂടി ഞാൻ എന്തായാലും ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത്രയും ഏരിയ ഫുള്ളായിട്ട് ക്ലിയർ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള അത്ര ഏരിയ ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സൂപ്പർ സ്മെൽറ്ററിന് ഇപ്പോൾ അഡീഷണലായിട്ട് കുറച്ച് ഐറ്റംസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നേരത്തെ കാണിച്ചില്ലായിരുന്നു, അതിപ്പോഴാണ് കാണിക്കുന്നത്. അപ്പോൾ അതും കൂടി ഗ്രൈൻഡ് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ മൊത്തത്തിൽ ഏരിയ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ബിൽഡ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു ബിൽഡിംഗ് നമ്മൾ ഇവിടെ ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചർ നമ്മൾ ഏകദേശം ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തുടക്കം മാത്രമാണ്. ഇത് അത്യാവശ്യം നല്ലൊരു ബിൽഡ് ആവാനാണ് സാധ്യത. അപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിനല്ല ഉണ്ടാക്കുന്നത്. പിന്നെ ബ്ലോക്കൊക്കെ എൻ്റെ ഇഷ്ടത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഡാർക്ക് ഓക്കൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അതിൽ ഡാർക്ക് ഓക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല.
അപ്പം ഇനി നമുക്ക് ചെസ്റ്റ് വെക്കണം. അതാണ് അടുത്ത പരിപാടി. ഹോപ്പർ എടുക്കാൻ വേണ്ടി മറന്നുപോയി. നമുക്ക് ഹോപ്പറും കൂടി കയ്യിൽ വെക്കാം. ബാരലും എല്ലാം കയ്യിൽ വെക്കാം. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരും. അപ്പോൾ നമുക്ക് ഹോപ്പർ എടുത്തിട്ട് നമുക്കിവിടെ വെക്കാം. ഈ ഒരു ചെസ്റ്റിൻ്റെ ഇവിടെയായിട്ട് ഇങ്ങനെ വെച്ച് പോകണം. അപ്പോൾ ഏകദേശം ഇതുപോലെ നമ്മളിവിടെ ഹോപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി അടുത്തത് ചെയ്യാനുള്ളത് നമുക്കിവിടെ ഒരു 3 സ്ലാബ് ഇങ്ങനെ വെക്കണം. ഇതെല്ലാം മൊത്തത്തിൽ ഡിസൈൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. എന്നിട്ട് ഇവിടെ ബാരൽ ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇതേ സെയിം സംഭവം നമുക്ക് ഇവിടെയും ചെയ്യണം. കണ്ടോ, പുറത്തുനിന്ന് നോക്കുമ്പോൾ അതൊരു ഡിസൈൻ പോലെ ഇല്ല, അതിനു വേണ്ടി മാത്രമാണ്. എന്നിട്ട് നമുക്ക് ഞാനൊരു കാര്യം വെക്കാൻ വേണ്ടി മറന്നുപോയി. നമുക്ക് ഇവിടെയും പ്രൂസിന്റെ ലോഗോ വെക്കണം. അതുപോലെ തന്നെ ഇവിടെയും പ്രൂസിന്റെ ലോഗോ വെക്കണം. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇതിന്റെ സെൻട്രലായിട്ട് ഇവിടെ ഒരു പ്രൂസിന്റെ ലോഗോ വെക്കണം. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് 2 ബ്ലോക്ക് വിട്ടിട്ട് ഇവിടെ ആയിട്ട് ഒരു പ്രൂസിന്റെ ലോഗോ വെക്കണം. ഇതേ സെയിം സംഭവം നമുക്ക് ഇവിടെയും ചെയ്യണം. കണ്ടോ, ഇതുപോലെ നമുക്ക് ഇവിടെയും ചെയ്തെടുക്കണം. ഓക്കെ, അപ്പൊ 2 സൈഡ് ഒരേപോലെ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് കുറച്ചധികം സ്റ്റോണും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ചെസ്റ്റ് നിന്ന് എടുക്കണം. അപ്പൊ ഇനി നമ്മൾ അടുത്ത പരിപാടി, ഈ ഒരു തറ മൊത്തത്തിൽ നമുക്ക് ഈ ഒരു സ്റ്റോൺ കൊണ്ട് കവർ ചെയ്യണം. അപ്പൊ എന്തായാലും നമ്മൾ അവിടെ ഉണ്ടായ ബെഡ് എടുത്തിട്ട് ഇവിടെ കൊണ്ടുവച്ചിട്ട് റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത് ഇതിന്റെ മുകളിലായിട്ട് നമുക്ക് ഫർണേഴ്സ് വെച്ച് കൊടുക്കണം. ഓക്കെ, മൊത്തത്തിൽ ഞാനിവിടെ ഈ ഒരു ഫർണേഴ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ മുകളിലായിട്ട് നമുക്ക് ഈ ഒരു ഹോപ്പർ വെച്ച് കൊടുക്കണം. ഓക്കെ, ഹോപ്പർ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിന്റെ ബാക്കിൽ ഹോപ്പർ വെക്കണം. ഓക്കെ, അതും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 2 തൂണുണ്ട്, അതുപോലെ തന്നെ അവിടെയും 2 തൂണുണ്ട്. അപ്പൊ ഈ ഒരു 4 തൂണും നമുക്ക് 5 ബ്ലോക്കിന്റെ ഹൈറ്റിലേക്ക് കൊണ്ടുപോകണം. അപ്പൊ നമ്മളിത് ഇതുപോലെ തൂണ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ചെയ്യാനുള്ളത് ഇതുപോലെ നമുക്ക് എല്ലായിടത്തും കണക്ട് ചെയ്ത് കൊടുക്കണം, ഫ്രണ്ട് ഭാഗം ഒഴികെ. അപ്പൊ നമുക്ക് ഇതുപോലെ കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അങ്ങനെ കണക്റ്റിംഗ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിലുള്ള ഈ ഒരു പ്രൂസിന്റെ സ്ലാബ് എടുത്തിട്ട് ഇതിന്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ സാധനം ബിൽഡ് ചെയ്യുന്നത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് നോക്കി ബിൽഡ് ചെയ്യാം. ഇല്ലെങ്കിൽ ഞാൻ എന്തായാലും ഇതിന്റെ ട്യൂട്ടോറിയലിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ടാവും, അത് നോക്കിയിട്ടും ബിൽഡ് ചെയ്യാം. അപ്പൊ നമ്മളാണെങ്കിൽ ഇവിടെ സ്റ്റേഴ്സും വെച്ചു, എന്നിട്ട് ഈ സൈഡിൽ അയൺ ബാറും കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മളെ കയ്യിലുള്ള ഈ ഒരു സ്റ്റോൺ എടുത്തിട്ട് നമുക്ക് ഇവിടെ 5 ബ്ലോക്ക് ഹൈറ്റിലേക്ക് ഉയർത്തണം 2 സൈഡും. അപ്പൊ ആ ഒരു സൈഡ് കംപ്ലീറ്റ് ആയി. ഇനി ഈ ഒരു സൈഡും കൂടി അതും കംപ്ലീറ്റ് ആയി. ഇനി നമ്മളെ കയ്യിലുള്ള ഈ ഒരു ബാരൽ ഉണ്ടല്ലോ, ഈ ബാരൽ എടുത്തിട്ട് ഇതും നമുക്ക് 5 ബ്ലോക്ക്, ഈ ഒരു 3 ബാരലും 5 ബ്ലോക്ക് ഹൈറ്റിലേക്ക് ഉയർത്തണം. അതേ സെയിം സംഭവം ഇവിടെയും ചെയ്യണം. അപ്പൊ നമ്മളിതാ ഇവിടെ ഇത്രയും വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അഡീഷണൽ ആയിട്ട് ഇപ്പൊ ചെയ്തത് നിങ്ങളോട് പറയാത്തത് ഈ ഒരു പ്രൂസിന്റെ സംഭവം മാത്രം നമ്മൾ കുറച്ച് ഹൈറ്റിലേക്ക് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇത് ഈ ഒരു പുതിയതായിട്ട് അപ്ഡേറ്റിൽ വന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ഒരു സാധനം, ഇത് നമുക്ക് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഓക്കെ, ഇത് തെറ്റിയല്ലോ. ഇത് നമുക്ക് ഇങ്ങോട്ടൊക്കെ ഫേസ് ചെയ്യുന്ന രീതിക്കാണ് വെക്കേണ്ടത്. അപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു സൈൻ ബോർഡ് പോലത്തെ സംഭവം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റേഴ്സ് വെച്ചിട്ട് കുറച്ച് പരിപാടികളുണ്ട്. നമ്മൾ സ്റ്റേഴ്സ് എവിടെ വെച്ചു? സ്റ്റേഴ്സ് ഞാൻ എവിടെയോ കൊണ്ടുവച്ചു. ഓക്കെ, സ്റ്റേഴ്സ് ഞാൻ അവിടെ പെട്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിനി എന്തായാലും അത് എടുത്തിട്ട് ഇത് ഇവിടെ ആയിട്ട് ഈ ഒരു ടോപ്പിലായിട്ട് ഇതുപോലെ വെക്കണം. അതുപോലെ തന്നെ ഇവിടെ അങ്ങനെ വെക്കണം. എന്നിട്ട് ഇവിടെ ആയിട്ട് ഇങ്ങനെ ട്രാപ്പ് ഡോർ വെച്ച് കൊടുക്കണം. ഇപ്പോൾ ഇതൊരു ആർച്ച് പോലെ ആയില്ലേ. എന്നിട്ട് ഈ 2 സൈഡിലും കൂടി ട്രാപ്പ് ഡോർ വെച്ച് കൊടുത്തെങ്കിൽ കുറച്ചും കൂടി ലുക്കായി കാണാൻ വേണ്ടിയിട്ട്. ഇനി കുറച്ച് ഡിസൈനിങ് പരിപാടി ഉണ്ട്, അതും കൂടി ചെയ്തിട്ടായിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ കുറച്ച് അപ്ഡേറ്റുകൾ തരാം. ഞാനിത് ഇവിടെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ ഇതുപോലെ ആക്കിയിട്ട് ഇവിടെ ടോർച്ചും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തു. ഇവിടെയൊക്കെ സ്റ്റോൺ വെച്ച് കൊടുത്തു. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിലും കുറച്ച് സ്റ്റോൺ വെച്ചു, ടോർച്ച് വെച്ചു. ഇത് ഈ ഒരു സൈഡും നേരത്തെ കണ്ട പോലെ തന്നെ അതേ സൈഡ് പോലെ പണിഞ്ഞു. പിന്നെ ഇവിടെ ഞാൻ ബ്ലോക്ക് വെച്ചിട്ടില്ല. ഇവിടെ മറ്റേ സ്ട്രിപ്പ്ഡ് ലോഗാണ് വെച്ചിട്ടുള്ളത്. കാര്യം നമുക്ക് ഈ ചെസ്റ്റ് തുറക്കണമെങ്കിൽ ഇവിടെ ബ്ലോക്ക് വെച്ചാൽ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ്. മൊത്തം ട്യൂട്ടോറിയലാണ്, എൻ്റെ ഐഡിയയിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ബ്ലോക്ക് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്തത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ കയ്യിലുള്ള ഈ ഒരു പവേർഡ് റെയിലും നോർമൽ റെയിലെല്ലാം കയ്യിലെടുത്ത് പിടിക്കാം. എന്നിട്ട് ഇവിടെ ആയിട്ടൊരു പവേർഡ് റെയിൽ വെക്കാം. എന്നിട്ട് ഇങ്ങോളം നമുക്ക് നോർമൽ റെയിൽ വെച്ച് വരാം. പിന്നെ ഇത് ഇവിടെ ആയിട്ട് ഒരു പവേർഡ് റെയിൽ, അത് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം നോർമൽ റെയിൽ കുറച്ച് ഇങ്ങനെ വെക്കാം. അപ്പം എന്തായാലും മുകളിലും ഞാൻ ഇതുപോലെ റെയിലും വെച്ചു, അതുപോലെ തന്നെ ഈ ഒരു പവേർഡ് റെയിലും വെച്ചു. അത് ആക്ടിവേറ്റും കൂടി ചെയ്തു. അതേ സെയിം സംഭവം നമുക്ക് ഇവിടെയും കൂടി ചെയ്യാം. ഇവിടെ ഒരു ബ്ലോക്ക് വെച്ചു, എന്നിട്ട് ഇവിടെ ഒരു ലിവർ വെച്ചു. അപ്പം മൊത്തത്തിൽ ഇവിടെ ആക്റ്റീവ് ആയില്ലേ. മൊത്തത്തിൽ നമ്മളെ ഈ ഒരു പവർ റെയിൽ ഇവിടെ ആക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിവിടെ വേറെ പണിയൊന്നുമില്ല. ഇനി നമുക്ക് ഇവിടെ മൊത്തത്തിൽ സ്റ്റോൺ വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്ത് പോവാം. അങ്ങനെ ആ പരിപാടി മൊത്തത്തിൽ കഴിഞ്ഞു. അപ്പോൾ നമുക്കാണെങ്കിൽ ഇവിടെ ചെറിയൊരു പരിപാടി ചെയ്യാനുണ്ട്. ആദ്യം ഇവിടെ നമുക്കൊരു ഡബിൾ ചെസ്റ്റ് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ അടിയിലായിട്ട് ഒരു മൈൻകാർട്ട് വിത്ത് ഹോപ്പർ വെച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മളടുത്തുള്ള ഈ ഒരു ലിവർ എടുത്തിട്ട് ഇവിടെ ഒന്ന് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഈ ഒരു പ്ലെയിൻ ഗ്ലാസ് ഉണ്ടല്ലോ, ഈ ഒരു പ്ലെയിൻ ഗ്ലാസ് എടുത്തിട്ട് ഇവിടെ ഇതുപോലെ
കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇവിടെയായിട്ട് നമുക്കൊരു ഐറ്റം ഫ്രെയിം വെച്ച് കൊടുക്കണം. ഇവിടെയാണ് നമുക്ക് കോൾ ഇടേണ്ടത്. എന്നാൽ ഈ ഒരു ഫർണസ് മൊത്തത്തിൽ വർക്കാവൂ. അപ്പോൾ ഇതേപോലത്തെ സെയിം സംഭവം നമുക്ക് ഇവിടെയും ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ ടോപ്പിലായിട്ട് ചെസ്റ്റ് വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടിയിലായിട്ട് ഒരു ഹോപ്പർ വെച്ച് കൊടുക്കാം. പിന്നെ ഇവിടെ ഒരു ലിവർ വെച്ച് കൊടുക്കാം ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇവിടെ നമുക്ക് ഗ്ലാസും കൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഒരു ഐറ്റം ഫ്രെയിമും അതുപോലെ തന്നെ ഇവിടെ ഒരു ഐറ്റം ഫ്രെയിമും കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി മെയിനായിട്ട് ഇതിൽ വേറെ പരിപാടിയൊന്നുമില്ല. ഇത് മൊത്തത്തിൽ ഒന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് മൊത്തത്തിൽ ഞാൻ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ ഏകദേശം നമ്മളെ ഫാർമിൻ്റെ പരിപാടി മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. അതുപോലെ തന്നെ സൈഡ് ലുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയാണ് വരുന്നത്. അതുപോലെ ഇപ്പുറത്തെ സൈഡ് ലുക്ക് ഞാൻ കാണിച്ചു തരാം. അതും ഏകദേശം സെയിം ഇതുപോലെയാണ് വരുന്നത്. അപ്പം എന്തായാലും നമുക്ക് ഇന്നത്തെ നൈറ്റും കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്യാം. സോ അങ്ങനെ രാവിലെ ആയിട്ടുണ്ട്. അപ്പം എന്തായാലും എനിക്കിവിടെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ എന്തായാലും പോയിട്ട് ഗ്രൈൻഡ് ആയിട്ട് നിങ്ങൾ പോയിട്ട് അടുത്ത എപ്പിസോഡിൽ വാ.